ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാ ടച്ച് ഡിവൈസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലസ് പെന്നാണ്. ഇയർബഡ്സിൻ്റെ കോട്ടനും ഒരു ചെമ്പ് കമ്പിയും ഒരു പെൻ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം. ഏത് ടച്ച് ഡിവൈസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെല്ലിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഒഴിഞ്ഞ പേനയുടെ ഒരു കോടെടുക്കുക. അതിന് മുമ്പ് നിബിൻ്റെ ഭാഗം ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, എന്താ നിബിൻ്റെ ഭാഗം ഞാനിത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്താണ് ഇയർബഡ്സ് കയറ്റാൻ പോകുന്നത്. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഇലക്ട്രിസിറ്റി ഈ ചെമ്പമ്പി വഴി ബഡ്സിലെത്തും. ബഡ്സ് നമ്മളൊരു ശകലം വെള്ളവും കൂടി ഒന്ന് തൊട്ട് കൊടുക്കണം. ഒരു ചെറിയ ഈർപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുന്ന ടച്ച് പെന്നുകൾ നമുക്ക് മൊബൈലിൽ വരയ്ക്കാനൊന്നിനും പറ്റാറില്ല. കാരണം അതിന് പോയിന്റ് കിട്ടില്ല. ഇത് ഏകദേശം നമുക്ക് നല്ല ഫൈൻ ആയിട്ടുള്ളൊരു വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ടച്ച് ഡിവൈസിൻ്റെ സ്ക്രീനിന് സ്ക്രാച്ചോ അങ്ങനെയൊന്നും വരില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടെ നമുക്കൊരു ഒഴിഞ്ഞ പേനയുടെ കൂടാണ്, നിബ് കളഞ്ഞ ഭാഗം. പിന്നെ വേണ്ടത് ഒരു ചെമ്പ് കമ്പി. കുറച്ച് കട്ടിയുള്ളൊരു ചെമ്പ് കമ്പിയാണെങ്കിൽ അത്ര നല്ലത്. കാരണം ഒരു കട്ടി കുറഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നേരെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാകുമ്പോൾ ഇത് ഞാനൊരു കട്ടിലൊരു വയർന്ന് പീസ് മുറിച്ചെടുത്തതാണ്. നമുക്കിതാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ വേണ്ടത് ഒരു ഇയർബഡ്സ്, ഒരു സിംഗിൾ ഇയർബഡ്സാണ് പിന്നെ യൂസ് ചെയ്യുന്നത്. ഇതാ കണ്ടോ, ഇതാണ് സാധനം. അപ്പോൾ ഇതൊക്കെ ചെയ്യാം, വളരെ സിമ്പിളാണ്. ആർക്കും ചെയ്യാം, ആർക്കൊണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. എല്ലാ ടച്ച് ഡിവൈസിൻ്റെ സ്ക്രീനിലും ഇത് വർക്ക് ചെയ്യും. വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കാം. ആദ്യം ചെയ്യേണ്ടത് ഈ ചെമ്പ് കമ്പി എടുത്തിട്ട് ഈ ഇയർബഡ്സിൻ്റെ ഈ കോട്ടനുമായിട്ടൊന്ന് അല്പം താഴെ ചേർത്തിട്ട് റോൾ ചെയ്യണം. നല്ല രീതിയിലൊന്ന് റോൾ ചെയ്യുക. ഇതുപോലെ ചെമ്പ് കമ്പി ഒന്ന് റോൾ ചെയ്ത് വയ്ക്കണം. ശേഷം ഇതിൻ്റെ ബാക്കി വരുന്ന ഈ ഭാഗം നമുക്ക് പേനയുടെ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ പേനയുടെ ഒഴിഞ്ഞ കൂടിൻ്റെ നിബ് കളഞ്ഞ ഭാഗം ജസ്റ്റ് എടുക്കുക. ഇതുപോലെ കയറ്റി വയ്ക്കുക. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി ഈ ബാക്കി വരുന്ന ഈ ചെമ്പ് കമ്പി നമുക്ക് ഈ പേനയ്ക്ക് താഴോട്ട് ചുറ്റണം. കാരണം നമുക്ക് പേന പിടിക്കുന്ന ഭാഗത്ത് ചെമ്പ് കമ്പി വരണം. ഓക്കെ, ബാക്കി എക്സസ് വരുന്ന ഭാഗം ഒരൽപ്പം താഴേക്ക് ഏകദേശം ഇത്രയും ഭാഗത്തേക്ക് കൊണ്ടുവരണം. എന്നിട്ട് പുറകോട്ട് മുമ്പോട്ട് ചുറ്റാം. റെഡി കഴിഞ്ഞു. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ചെമ്പ് കമ്പി ഇവിടെ നിന്ന് ചുറ്റിയിട്ടുണ്ട്. ഈ കമ്പി നേരെ വന്നിട്ട് ഇയർബഡ്സിൻ്റെ തൊട്ട് താഴെ ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് ഈ ഭാഗത്ത് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ വിരൽ തൊട്ട് നനയ്ക്കുകയോ ചെയ്യാം.
അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലൊരു സ്പ്രേ ടിന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് കൊടുക്കുകയാണ്. വെള്ളം പറ്റിയിട്ടുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട. നമുക്ക് ഇതിനകത്ത് ബാക്കി എക്സസ് വരുന്ന വാട്ടർ നമുക്ക് ഒപ്പിയെടുക്കാം. ഇതുപോലെ. ഇനി നമുക്കിത് ടെസ്റ്റ് നോക്കാം. ഓക്കെ. അപ്പോൾ റീസെൻ്റായിട്ട് എൻ്റെ ഫോണിൽ പടം വരയ്ക്കുന്ന സോഫ്റ്റ്വെയർ ഒന്നും ഇല്ല. ഉണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ചാൽ തന്നെ മതിയിൽ പടം വരയ്ക്കുന്ന സോഫ്റ്റ്വെയർ, ഡ്രോയിങ് സോഫ്റ്റ്വെയർ കൊണ്ടുപോയി നമുക്ക് അതിലേക്ക് വളരെ ഈസി ആയിട്ട് പടം വരയ്ക്കാം. എന്തുകൊണ്ടും ചെയ്യാം. ഓക്കെ. തൽക്കാലം ഞാനിപ്പോൾ സംഭവം കാണിച്ചു തരാം. എങ്ങനെ വരയ്ക്കുന്നതെന്ന് കാണിച്ചാൽ നമ്മുടെ ഈ സ്റ്റൈലസ് പെൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സുഖമായിട്ട് വരയ്ക്കാം. കുറച്ച് വൈറ്റ് കളർ എടുക്കുകയാണെങ്കിൽ ഓക്കെ. വളരെ സിമ്പിളല്ലേ? അപ്പോൾ ഗൈസ് കണ്ടല്ലോ, നിങ്ങൾക്ക് സ്റ്റൈലസ് പെൻ ഉണ്ടാക്കുന്നതാണ്. വെരി സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരുപാട് കൂൾ വീഡിയോസ് ഇനിയും എൻ്റെ ചാനൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.